ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനം വെച്ചിട്ട് നമുക്ക് നല്ലൊരു ക്രീമി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിപ്പം 5 ഗ്രാമോളം ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് ഇതൊന്ന് മെൽറ്റാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് തന്നെ വേറൊരു അടുപ്പിലേക്ക് ഒരു 1/2 ലിറ്റർ പാലും തിളക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ പുഡിങ് ക്യാരറ്റ് പുഡിങ്ങാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം 1/2 കിലോ ക്യാരറ്റ് നേരത്തെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വേവിച്ച് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലപോലെ ചൂടാറിയിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒട്ടും തരിയില്ലാതെ നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം. ക്യാരറ്റ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ 200 ml പാലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ തിളക്കാൻ വെച്ച പാലിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ക്യാരറ്റ് പുഡിങ് ആയതുകൊണ്ട് തന്നെ ക്യാരറ്റ് വേവിച്ചത് കൊണ്ട് നല്ല കൊഴുപ്പുള്ളതായിരിക്കും, നല്ല കട്ടി ഉണ്ടാകും, പെട്ടെന്ന് തന്നെ ഉറക്കുന്ന സാധനമാണ് ക്യാരറ്റ്. അതുകൊണ്ട് നമ്മൾ ചൈന ഗ്രാസ് എടുക്കുമ്പം 5 ഗ്രാം ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അഗറിൻ്റെ ചൈന ഗ്രാസാണ് 5 ഗ്രാം എടുത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് വാങ്ങിക്കുന്ന ചൈന ഗ്രാസ് ആണെങ്കിൽ ചിലപ്പം ഒരു 7 ഗ്രാമോ അല്ലെങ്കിൽ 8 ഗ്രാമോ എടുക്കേണ്ടി വരും. ഇനി തിളക്കുന്ന പാലിലേക്ക് ക്യാരറ്റിൻ്റെ ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൈന ഗ്രാസ് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതൊന്ന് മെൽറ്റാൻ വേണ്ടി വെക്കുക. ഇപ്പം നല്ലപോലെ ചൈന ഗ്രാസ് മെൽറ്റായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ചൈന ഗ്രാസ് നമ്മൾ ക്യാരറ്റിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് ചൈന ഗ്രാസ് കൂടിപ്പോവരുത്. കൂടിക്കഴിഞ്ഞാൽ ക്രീമായിട്ടുള്ള പുഡിങ് കിട്ടൂല, നല്ല കട്ടിയുള്ള പുഡിങ് ആയിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് നോക്കിയിട്ട് ചേർക്കുക. ക്യാരറ്റും പാലൊക്കെ നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് പാൽപ്പൊടിയാണ്. നമ്മൾ ഇതിൽ മിൽക്ക് മെയ്ഡ് അല്ല ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡിന് പകരം നമ്മൾ പാൽപ്പൊടിയാണ് ചേർക്കുന്നത്. മിൽക്ക് മെയ്ഡ് ചേർത്തിട്ടില്ല എന്ന് വെച്ചിട്ട് പുഡിങ്ങിനും ഒരു ടേസ്റ്റിനും ഒരു വ്യത്യാസമില്ല. പാൽപ്പൊടി ചേർത്തിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. നമ്മൾ പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് 1/2 കപ്പാണ് ഞാൻ ചേർക്കുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് തട്ടിക്കൊടുക്കരുത്. എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പോയതാണ്. കുറേശ്ശായിട്ട് തട്ടിക്കൊടുക്കുക. എല്ലാം കൂടി ഒരുമിച്ച് തട്ടിക്കഴിഞ്ഞാൽ അത് മിക്സ് ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടി ചേർത്ത് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് മാറ്റാം. പാൽപ്പൊടി ആദ്യമേ എല്ലാം കൂടി ഒരുമിച്ച് തട്ടിയതുകൊണ്ട് ചെറിയ ചെറിയ തരികളുണ്ട്. അതുകൊണ്ട് തന്നെ പുഡിങ് ട്രേയിലേക്ക് മിക്സ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ കുറേശ്ശായിട്ട് തട്ടിയതാണെങ്കിൽ നല്ലപോലെ മിക്സായി കിട്ടും. അങ്ങനെയാകുമ്പോൾ അരിക്കാണ്ട് തന്നെ നമുക്ക് പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് കാഷ്നട്ട് നല്ലപോലെ പൊടിച്ചിട്ട് അതും പിന്നെ റോസ് പെറ്റൽസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായതാണ്. ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 3-4 മണിക്കൂർ കഴിയുമ്പോഴേക്കും നല്ലപോലെ സെറ്റായി കിട്ടും. ആദ്യം കുറച്ചൊരു ലൂസായിട്ടായിരിക്കും ഉണ്ടാകുക. അത് കുഴപ്പമില്ല, ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ടാവും. ഇപ്പം നമ്മളെ ക്രീമി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയായി വീണ്ടും കാണാം.